അല്ല, നമ്മൾ നോക്കട്ടെ എന്താണ് വരുന്നത് എന്നുള്ള ഔദ്യോഗിക സാധനം വരട്ടെ. ഇപ്പൊ വാർത്തകളല്ലേ വരുന്നത്. ഞങ്ങൾ ഇതിന്റെ അപ്പുറത്ത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും. എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് പിണറായി വിജയനോട് പറയാനുള്ളത് കേരളമാണിത്, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലേ. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. PSC കുറിച്ചൊരു വാർത്ത കൊടുത്ത അതെങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ വാർത്ത എന്ന് പറയുന്നത്? ഇത് ഭരണഘടനാ സ്ഥാപനമല്ല ഇതെല്ലാം. PSCയിലൊരു തെറ്റാണെന്ന്. PSCയിലെ ഒരു വലിയ ഡാറ്റ അല്ലേ വേറെ ആരോ ഹാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന്റെ വാർത്ത കൊടുത്ത അവരെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ? ആ പത്രപ്രവർത്തകനെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ അങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്? അപ്പൊ ഈ ഡാറ്റ ആരോ കൊണ്ടുവരികയാണ്. ഇത് മഹാരാജ് കോളേജില് പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന SFI നേതാവിനെതിരെ വാർത്ത കൊടുത്തതിന്റെ പേരിൽ അഖിലയ്ക്കെതിരായി കേസെടുത്ത പോലെയാണ്. ഏത് തെറ്റായ വാർത്ത? പരീക്ഷ എഴുതാത്ത ആള് പാസ്സായി, വാർത്ത കൊടുത്തു, അതിന് അവർക്കെതിരായി കേസെടുത്തത് പോലെയാണ് PSCക്ക് സംഭവിച്ചൊരു വലിയ കുഴപ്പം. PSC സൂക്ഷിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ അത് ഹാക്ക് ചെയ്ത് ആരോ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ വാർത്ത കൊടുത്ത ആളെ അഭിനന്ദിക്കണ്ടേ? അതിന് പകരം കേസെടുത്തത്. ഇത് സ്റ്റാലിന്റെ റഷ്യൊന്നുമല്ല, തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനെതിരായി ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിക്കും. തെറ്റായ നടപടിയാണ്, അത് പിൻവലിച്ചു പോകണം. MR അജിത് കുമാറിനെതിരായ അന്വേഷണം, വിജിലൻസ് അന്വേഷണം, ഒപ്പം സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയ പരാമർശം, വിജയരാഘവന്റെ വിവാദ പരാമർശം, ഇതിനെല്ലാമുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്.